സാധാരണ ആരും കയറാൻ ആഗ്രഹിക്കാത്ത ഒരിടമാണ് പോലീസ് സ്റ്റേഷൻ അല്ലേ? പക്ഷേ ഇവിടെ കയറി താമസിച്ചിരിക്കുകയാണ് ഒരു കുടുംബം. എന്താണ് സംഭവം? ഇടുക്കി കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. മുഴുവൻ സമയവും തോക്കുമായി പാറാവുള്ള ഒരു സ്ഥലം. അക്രമികളും കുറ്റവാളികളും എത്തുന്ന ഇടമാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇവരെല്ലാം മര്യാദക്കാരാണ്. നാടിന് കാവലായ പോലീസുകാരുള്ള സ്ഥലം. അതുകൊണ്ടുകൂടിയാകാം കൂടുവയ്ക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം സ്റ്റേഷനാണെന്ന് ഇരട്ടത്തലിച്ചി എന്ന ബുൾബുൾ കിളിക്ക് തോന്നിയത്. മാസങ്ങൾക്ക് മുമ്പാണ് ഇരട്ടത്തലിച്ചിയും കുടുംബവും പോലീസ് സ്റ്റേഷനിൽ കുടിയേറുന്നത്. ആദ്യം വയർലെസ് സെറ്റിന് സമീപം കൂടൊരുക്കി 2 മുട്ടകളിട്ടു. പക്ഷേ ഈ കൂട് താഴെ വീണ് മുട്ടകൾ പൊട്ടിപ്പോയി. 1 മാസം മുമ്പ് ഇവർ വീണ്ടും എത്തി. ഇത്തവണ ലോക്കപ്പിന് സമീപം സുരക്ഷിതമായ ഇടം കണ്ടെത്തി കൂടുവെച്ചു. 2 മുട്ടകളും ഇട്ടു. ഇപ്പോൾ മുട്ടകൾ വിരിഞ്ഞ് 10 ദിവസമാകുന്നു. ഇടവേളകളിൽ ആൺകിളിയും പെൺകിളിയും തീറ്റയുമായി എത്തുന്നത് സ്റ്റേഷനിൽ എത്തുന്നവർക്കും കൗതുക കാഴ്ചയാണ്. പതിനാല് ദിവസത്തിന് ശേഷം കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കാൻ ആരംഭിക്കും. സ്വയം പ്രാപ്തരായാൽ കുടുംബം മറ്റൊരിടത്തേക്ക് പോകും. ആകെ മൊത്തം വരിഞ്ഞു മുറുകിയ അന്തരീക്ഷമുള്ള പോലീസ് സ്റ്റേഷനിലെ പിരിമുറുക്കം കുറയ്ക്കാൻ ഇരട്ടത്തലിച്ചിയുടെ കുടുംബജീവിതം സഹായിക്കുന്നുണ്ട്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജയനസ് രാജു തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയിൻ, ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഈ കുടുംബത്തിന്റെ താമസം. ഇതിലും വലിയ പ്രൊട്ടക്ഷൻ വേറെ എവിടെ കിട്ടുമല്ലേ? സദ്യ, നമുക്കറിയാം ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥലമാണ്. സാധാരണ അവിടെ എത്തുന്നത് ഒന്നെങ്കിൽ പരാതി നൽകാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ പ്രതികളായിട്ട് എത്തുന്ന ആളുകൾ. ചുരുക്കം ചില ആളുകളാണ് പാസ്പോർട്ട് വെരിഫിക്കേഷനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നത്. അവിടെ ആണ് ഈ ബുൾബുൾ, അത് നാട്ടിൽ ഇരട്ടത്തലച്ചി എന്നാണ് കിളിയെ വിളിക്കുന്നത്, ആ കിളി കൂട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു പിരിമുറുക്കമുള്ള ഒരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ. എപ്പോഴും തിരക്കായിരിക്കും. കുറ്റകൃത്യങ്ങൾ, അതോടൊപ്പം തന്നെ അപകടങ്ങൾ, അങ്ങനെ നിരന്തരം ആളുകൾ പല ആവശ്യങ്ങൾക്ക് വിളിക്കുന്ന ഒരു സ്ഥലം. വയർലെസ് എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ സെല്ലുകളിൽ കിടക്കുന്ന പ്രതികൾ ചിലപ്പോൾ അക്രമാസക്തരായിരിക്കും, വയലൻ്റ് ആയിരിക്കും. മദ്യപിച്ച് വരുന്ന ആളുകളാണെങ്കിൽ അവർ എപ്പോഴും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ കിളി കൂട് കൂട്ടിയത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ കിളികളൊക്കെ എല്ലായിടത്തും കൂട് കൂട്ടുന്നതാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കിളി കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറ്റൊരു തലമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ അവിടെ പോയി നിന്ന് ഈ കൂട് ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കിളി പോലീസ് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് ഇടിച്ചു കയറി പറന്നു പോകുന്ന നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ ശരവേഗത്തിലായിരിക്കും ഇത് പോകുന്നത്. തൊട്ടപ്പുറത്ത് കൂട്ടിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളുടെ കീ എന്നുള്ള കരച്ചിൽ കേൾക്കാം. അതേ വേഗത്തിൽ തന്നെ ഈ കിളി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ വളരെ പിരിമുറുക്കത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അവരെ സംബന്ധിച്ചൊരു ചെറിയൊരു ആശ്വാസം, ആ പിരിമുറുക്കത്തിന് ഒരു അയവ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കിളിയും ഈ കിളിയുടെ കുടുംബവുമായിട്ടുള്ള ഒരു ജീവിതവും ഒക്കെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സ്റ്റേഷൻ്റെ അകത്തെ ആ കിളിയുടെ ഒരു ജീവിതം, ആ സഹവാസത്തിലൂടെ പോലീസുകാർക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, അവർ കിളിയുടെ മുട്ട വിരിഞ്ഞിട്ടുണ്ടോ, അതിന് തീറ്റ കിട്ടിയോ എന്നൊക്കെ കൗതുകത്തോടെ നോക്കുന്ന ഒരു സംഭവമുണ്ട്. അത് തീർച്ചയായിട്ടും പോലീസുകാർക്കൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പിരിമുറുക്കത്തിനിടയിൽ ചെറിയൊരു ഇടവേളയിൽ ഒരു അല്ലെങ്കിൽ പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇനി അധിക ദിവസമൊന്നും ഉണ്ടാവില്ല കിളി അവിടെ. ഇപ്പോൾ മുട്ട വിരിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 10-14 ദിവസം മാത്രമേ ഈ കുഞ്ഞുങ്ങൾ കൂട്ടിലുണ്ടാകൂ. ചെറിയ കിളികൾ പറക്കാൻ തുടങ്ങുമ്പോഴേക്കും അവരവിടെ നിന്ന് മാറി പിന്നീട് വേറെ എവിടെയെങ്കിലും പോകും. പക്ഷെ അത് അവിടെ ഉള്ളിടത്തോളം കാലം ആ പോലീസ് സ്റ്റേഷനിൽ ആ പോലീസുകാർക്കൊക്കെ ജെയിൻ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും. അവിടെ വരുന്നവർക്ക് അതൊരു കൗതുക കാഴ്ചയായിരിക്കും. അതോടൊപ്പം വളരെ ഗൗരവമേറിയ ഒരു അന്തരീക്ഷമുള്ള ഒരിടത്ത് ഇങ്ങനെ കിളികൾ ഇങ്ങനെ പറത്ത് നടക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുമെന്നത് ജെയിൻ പറഞ്ഞ പോലെ ഒരു വസ്തുത തന്നെയാണ്.